നല്ല കാച്ചിയ മോരും നല്ല കുറുവ അരി ചോറും അതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് സാമ്പാറും. എന്താല്ലേ അന്തസ്. നമസ്കാരം മച്ചാന്മാരെ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എന്നാ വീഡിയോയ്ക്ക് പോയാലോ? അച്ചാർ വന്നു, ഉപ്പേരി വന്നു, അവിയൽ വന്നു. നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള എപ്പോഴും കുറച്ച് അധികം മേടിച്ചിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് കിട്ടിയില്ലെങ്കിലോ? എന്തായാലും ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. ചോറ് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കലി നടുക്കൊരു കുഴി കുഴിക്കണമല്ലോ, എന്നാലല്ലേ അതിൽ ആവശ്യത്തിന് സാമ്പാർ ഒഴിക്കാൻ പറ്റുള്ളൂ. സാമ്പാറും കൊണ്ട് ആൾ പിന്നാലെ വരേണ്ടതാണ്. ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, തിരക്കുള്ളതുകൊണ്ടാണ്. ചോറും സാമ്പാറും അതൊരു കോംബോ തന്നെയാണ്. ഈ ഗ്യാസ് കിട്ടാത്ത സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. പല കടകളും അടച്ചിട്ടേക്കുവാണ്. നമ്മൾ വീഡിയോ എടുക്കണം, ഷെയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പല ഹോട്ടലും റെസ്റ്റോറൻറ്റും അടച്ചിട്ടേക്കുവാണ്. ഗ്യാസ് ഇല്ല, അല്ലെങ്കിൽ മിനിമം ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ലെവലിൽ. മിനിമം ഐറ്റംസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരു രസമില്ലല്ലോ. അത് നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ആയി പോകില്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടെങ്കിലല്ലേ നിങ്ങളെ കാണിക്കുമ്പോൾ അതിലൊരു രസമുള്ളൂ. എന്താ പിന്നെ ചോറും സാമ്പാറൊക്കെ ആയ സ്ഥിതിക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലോ? പപ്പടം വന്നിട്ടില്ല, അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആട്ടോ. കഴിഞ്ഞൊരു മാസം നോമ്പായിട്ടും പോയി, അത് കഴിഞ്ഞപ്പോൾ ഇതേ ഗ്യാസ് ഇല്ലാതെയും പോയി. അതിന് ശേഷം കിട്ടുന്ന ഒരു സദ്യയാണിത്. അപ്പോൾ നമ്മളെന്തായാലും അത് ആസ്വദിച്ച് കഴിക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. എനിക്കും പപ്പടം പൊടിച്ച് കഴിക്കുന്ന സുഖം വേറെ വാല് വെള്ളം വരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉരുള കഴിച്ചു നോക്കണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പിന് നമുക്ക് ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് മിക്സാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ? കുറച്ച് ഉപ്പേരി ഇടുന്നോട്ടെ, കുറച്ച് അച്ചാറുണ്ട്. ഇവിടെ അച്ചാറിൽ ഇഷ്ടം പോലെ വേപ്പിൻ്റെ ഇല ഉണ്ട്. എന്തിനാണോ മാങ്ങാച്ചാറിൽ ഇങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ട് നശിപ്പിക്കുന്നത്? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. മാങ്ങയൊക്കെ കടിക്കുമ്പോൾ ആ ഫീല് കിട്ടണം, ആ ടേസ്റ്റ് കിട്ടണം, അപ്പോഴല്ലേ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും ആ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റിൻ്റെ നാവിൽ വരുന്നുണ്ട് കേട്ടോ, വായിൽ വെള്ളവും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പീസ് പപ്പടം എടുത്ത് കഴിക്കലൊരു ആചാരമാണല്ലോ. പപ്പടം ചോറിൻ്റെ കൂടെ പൊടിച്ച് ചേർത്ത് കഴിക്കുന്നവരുണ്ട്, ഇങ്ങനെ കഴിക്കുന്നവരുണ്ട്. രണ്ടിനും രണ്ട് ടേസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. എന്തായാലും ഞാൻ ഉഷാറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കഴിക്കണം കേട്ടോ. അടുത്ത നല്ല അടിപൊളി കാച്ചിയ മോരാണ്. ഒരു രക്ഷയില്ല. കുറച്ച് കുടിക്കുക, ബാക്കി ആ ചോറിലൊഴിക്കുക, മിക്സാക്കുക, കഴിക്കുക. മോനെ അടിപൊളി. ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പപ്പടത്തിൻ്റെ പീസും. അടിപൊളി മോരാട്ടോ. എന്താണ് ഇങ്ങനെ കഴിക്കുന്നതെന്ന് ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ കേട്ടോ. നമ്മൾ ഓരോ ഒറ്റും ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കഴിക്കുന്നത്. എപ്പത്തെ മോളെ നന്നായിട്ട് വേർത്ത് പായസം. ഭക്ഷണം കഴിക്കുമ്പോൾ വേർക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഒരു നോർമൽ സംഭവമാണ്. എന്ന് കരുതി നമുക്ക് പായസം മിസ് ചെയ്യാൻ പറ്റൂലല്ലോ. ഈ പായസത്തിൻ്റെ ഇടയിലെ വേപ്പിൻ്റെ. എന്നാൽ പിന്നെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചാലോ?